വർഷത്തെ പ്രാർത്ഥന ഫലിച്ചു. ഇനി ഏതായാലും സമാധാനമായല്ലോ. സമാധാനം മാത്രമല്ല, സന്തോഷിക്കാനും കൂടി ഒരു കാര്യമുണ്ട്. അതെന്താ? കഴിഞ്ഞ മാസത്തിൽ ഞാൻ ഒരു സംശയം പറഞ്ഞില്ലേ, അത് ശരിയാണ്. പറോമേ, ചേട്ടൻ വന്നു. ചായ. വെള്ളം തിളച്ചില്ല കുഞ്ഞെ. അതെന്ത് പറ്റി? സ്റ്റൗ അങ്ങോട്ട് ശരിക്ക് കത്തുന്നില്ല. സാർ, ഈ കുഞ്ഞിനെ വണ്ടിയിൽ നിന്ന് കിട്ടിയതാ. ഇതിന്റെ അമ്മയെ കാണുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? സാർ എന്തിനാ ഇതിനെ എടുക്കാൻ പോയത്? അവിടെ ഇട്ടിട്ട് വരാൻ മനസ്സ് വന്നില്ല. ഒരുപക്ഷെ ഇതിന്റെ അമ്മ അന്വേഷിച്ചു വന്നാൽ നല്ല ശിക്ഷയായി. അവൾ അപ്പഴേ സ്ഥലം വിട്ടു കാണില്ലേ? സാർ ഇത്ര ശുദ്ധനായി പോയല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? പോകുന്ന വഴിക്കല്ലേ പോലീസ് സ്റ്റേഷൻ, അവിടെ കൊടുത്തിട്ട് പോണം. സുജാത കുഞ്ഞെ, സാറ് വന്നു തോന്നുന്നു. അതൊക്കെ പറയാൻ നീ കുഞ്ഞിനൊന്ന് പിടി. ഞാൻ ഡ്രൈവർക്ക് പൈസ കൊടുത്തു. എത്രയാ? 20. വാ. ഇനി ആണെങ്കിൽ ഈ കുഞ്ഞ് ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ. നീ പോയി ചായയിലൊരു ചായ കൊണ്ടു, അത് കുടിച്ചിട്ട് പറയാം. ചെല്ല്. കുഞ്ഞേ, ഇതാണ് എന്റെ വീട്. നിന്നെ അന്വേഷിച്ച് ആരും വന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കൂടാം. എന്താ?
സാറ് കൊണ്ടുവന്ന ആ കുഞ്ഞേതാ? എനിക്കറിഞ്ഞൂടാ. ചായ. മിടുക്കൻ കുഞ്ഞല്ലേ? ആരുടെ കുട്ടിയാണിത്? ആർക്കറിയാം. ഇതിനെ ചേട്ടൻ എവിടുന്ന് കിട്ടി? ട്രെയിനിൽ നിന്ന്. ട്രെയിനിൽ നിന്നോ? അതെ, എന്റെ കമ്പാർട്ട്മെന്റിൽ നിന്ന്. നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കുന്നു. ആര്? അപ്പുറത്തെ പ്രകാശ്. പ്രകാശനോ? അയാൾ വന്നോ? വന്നു മാത്രമല്ല, പെട്ടിയും പ്രമാണത്തിന്റെയും കൂടെ ഒരു കുഞ്ഞിനെയും പാർസൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കുഞ്ഞോ? ചേട്ടാ, ഏത് കുഞ്ഞ്? എങ്ങോട്ടാ? അവിടെ ഇരുന്നേ ആ അരിയിലെ കല്ല് പെറുക്കി തീർന്നിട്ട് പോയാ മതി. എടി, ഒന്നുമില്ലല്ലോ, ഞാനൊരു ട്യൂട്ടർ അല്ലേ. ട്യൂട്ടർ വാസുദേവന്മാർ അദ്ദേഹം അരിയിലെ കല്ല് പെറുക്കിന്ന് വെച്ച് കയ്യിലെ വളയൊന്നും ഊരി പോകില്ല. എന്ത് ചെയ്യാം, ഞാൻ നിന്റെ ഭർത്താവായി പോയില്ലേ. ചേട്ടൻ എന്തിനാ ഇതിനെടുത്തോണ്ട് പോകുന്നത്? നീ എന്തായി പറയുന്നേ? ആരോരും ഇല്ലാതെ കിടന്ന് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോരാൻ എനിക്ക് മനസ്സ് വന്നില്ല. ആ സ്ത്രീ ഇതിനെ ഉപേക്ഷിച്ചതല്ലെങ്കിലോ? അന്വേഷിച്ചു വരട്ടെ, അപ്പോഴും കൊടുക്കും. ചേട്ടൻ ഈ കുഞ്ഞിനെ എടുത്തോണ്ട് പോകുന്നത് തെറ്റായിപ്പോയെന്ന് എനിക്ക് തോന്നുന്നത്. ശരിയാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ എടുത്തോണ്ട് പോകുന്നത്. എന്നോട് പിണങ്ങിയോ? നമുക്കതിനെ കളയാം. കടലിലോ ഓടയിലോ കുറ്റിക്കാട്ടിലോ എവിടെ വെച്ചാ പറ, കൊണ്ടേ കളഞ്ഞേക്കാം. ഇങ്ങനൊരു ദേഷ്യമുണ്ടോ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. നമുക്ക് തന്നെ വളർത്താം. ചേട്ടൻ കുളിച്ച ഡ്രസ് മാറും. എന്താ സാറേ എത്ര ഗൗരവം? ഒന്ന് ചിരിക്കുന്നേ. പച്ചക്കടലി കുലകൾക്കിടയ്ക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും. അച്ഛാ, ഈ പച്ചക്കടലി കുലകൾക്കിടയ്ക്കിടെ എന്ന് വെച്ചാ എന്താണ് അർത്ഥം? അച്ഛന്റെ വിഷയം സുവോളജിയാണ് മോളെ. എങ്കിലും പറഞ്ഞുതരാം. പച്ചക്കടലി കുലകൾക്കിടയ്ക്കിടെ എന്ന് വെച്ചാൽ പച്ചക്കടലിക്കുലയിൽ കാറ്റ് വന്നടിക്കുമ്പോൾ ആ വാഴയിലുള്ള ഇലകൾ കിടേ കിടേ എന്ന് ശബ്ദിക്കുന്നു എന്നർത്ഥം. നമ്മൾക്ക് മനസ്സിലായോ? ആ പോയിരുന്നു പഠിക്ക് ചെല്. അങ്ങനെ സുജാതേ, എന്താ ചേട്ടാ? പാലിരിപ്പില്ലേ? ഉണ്ട് ചേട്ടാ. അല്പം പാലെടുത്തോണ്ട് വാ, കുഞ്ഞിന് കൊടുക്കാം. വിശക്കുന്നുണ്ടോടാ? സാറ് കുടിച്ച് ശീലിച്ച പാല് ഇവിടെ കിട്ടാൻ ഒരു രക്ഷയില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് മുതൽ പശുവും പാലാക്കളെ. എന്താ? ചേട്ടാ പാല്. ആ, കുഞ്ഞിനോട്. എങ്ങനെ കൊടുക്കുന്നത്? കുടിച്ച ഓർമ്മയില്ലെങ്കിലും കുടിപ്പിച്ചത് കണ്ടിട്ടെങ്കിലല്ലേ നീ? അയ്യോ, എന്താ ഇത്? വീർന്ന് കാട്ടുന്നു. തൽക്കാലം നമുക്ക് സാറിന് സ്പൂണിൽ കോരി കൊടുക്കാം. നീ ഒരു സ്പൂൺ എടുത്തോടാ.